ശ്രീകുമാർ, ഈ CPM ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി, അത് ദൗർബല്യമോ എന്തോ ആവട്ടെ, ആ പ്രതിസന്ധിയിൽ കോൺഗ്രസിൻ്റെ പാഠങ്ങളിൽ, ഇപ്പോൾ കോൺഗ്രസ്സാണ് ഇപ്പോൾ അധികാരത്തിൽ, അപ്പോൾ അധികാരത്തിൽ വന്ന് ഇത്ര ദിവസമായിട്ടുള്ളൂ, 1 മാസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ആ തുടക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങളിൽ തന്നെ CPM സംഭവിച്ച അതേ പിഴവുകൾ UDF ഉണ്ടാവുന്നു. അതിപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിലാവട്ടെ, ഗവർണറോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, കേന്ദ്ര സർക്കാരിനോടുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലാവട്ടെ, ഒരു അഴകുഴമ്പൻ സമീപനം, സംഘപരിവാറിനോടുള്ള വിട്ടുവീഴ്ച എന്ന് നേരത്തെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് തോന്നുന്ന വിധത്തിലുള്ള ബിഹേവിയർ UDF നിന്നുണ്ടാവുന്നില്ലേ? അല്ല, അത് അജിംസ് പറഞ്ഞത് ശരിയാണ്. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ ബാലാരിഷ്ടതയായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം 10 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ ആ പശ്ചാത്തലവും ആ സംവിധാനവും ഒക്കെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില ന്യൂനതകളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ശ്രീ നിജേഷ് അരവിന്ദ് ഇവിടെ പാർട്ടി വക്താവാണല്ലോ. ഇവിടെ മന്ത്രിസഭ വന്നു, പക്ഷേ പാർട്ടി സംവിധാനം വന്നില്ല. KPCC സംവിധാനം ഇന്നില്ലല്ലോ. അതായത് ഇന്ദിരാഭവനിലെ ആളുകൾ കൂടണം, KPCC ആസ്ഥാനത്ത് ആളുകളും പ്രവർത്തകരും വന്ന് കൂടണം. മന്ത്രിമന്ദിരങ്ങളിലല്ലല്ലോ പ്രവർത്തകരും നേതാക്കളും പോകേണ്ടത്. ഇപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു KPCC പ്രസിഡൻറ്റിനെ നിയമിച്ച് പാർട്ടി സംവിധാനം വന്നിട്ട്, പാർട്ടി ഏകോപന സമിതി വന്നിട്ട്, രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പ്രശ്നം തീരും. പക്ഷേ അതിപ്പോൾ ഇല്ല. അപ്പോൾ സർക്കാരുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ തലപ്പത്ത് കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ പത്മകുമാറിൻ്റെ വിഷയം വരുമ്പോഴും അതുപോലെ നിവ വരുമ്പോഴൊക്കെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ അതിനൊന്നും ഒരു കഴമ്പ് പോലുമില്ല. നമുക്കൊക്കെ ആഹ്ലാദിക്കാൻ പറ്റുന്നത് ശ്രീ പിണറായി വിജയൻ ഇന്നലെ വാർത്താലേഖകരെ കണ്ടു, ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി, നാളെ കാണുമായിരിക്കും. എന്തായാലും അദ്ദേഹം വാർത്താലേഖകരോട് അദ്ദേഹം കൂടുതൽ അടുത്തു വരികയാണ്. അത് സന്തോഷമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്, എന്തും പറയാൻ പറ്റുമല്ലോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ഇപ്പോൾ ഈ പത്മകുമാറിൻ്റെ വിഷയം തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ അദ്ദേഹം വളരെ ലാഘവത്തോടൊക്കെ എടുത്തത്. കാരണം പത്മകുമാറിനൊരു സംരക്ഷണം ഉണ്ടല്ലോ. കാരണം ആ സംരക്ഷണം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, സ്റ്റേറ്റ് സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ ശ്രീമതി വീണ ജോർജിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചപ്പോൾ പത്മകുമാർ പൊട്ടിത്തെറിച്ചു. ആ പത്മകുമാറിനെ അനുനയിപ്പിച്ചത് ആരാ? ഈ നേതൃത്വമല്ലേ. അപ്പോൾ പത്മകുമാറിന് പിടുത്തമുണ്ട്. അത് മാത്രമല്ല, വിഭാഗീയത ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. അപ്പോൾ അവിടെ പത്മകുമാരനെ അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിക്ക് അവരുടെ ഇപ്പം നഷ്ടപ്പെട്ട ഇമേജ് ഒന്ന് തിരിച്ചെടുക്കണം. അതിനൊരു വഴി വേണം. അതിന് പത്മകുമാറിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടോ പത്മകുമാറിനെ ആശ്വസിപ്പിച്ചുകൊണ്ടോ പാർട്ടി എന്തെങ്കിലും വഴി നേടുമായിരിക്കും. ഇപ്പോൾ പുറത്താക്കിയാൽ തന്നെ ഈ പുറത്താക്കലൊക്കെ ശാശ്വതമായ പുറത്താക്കലാണോ? CPM എത്രയോ പേരെ പിന്നെ പെട്ടെന്ന് ആരും അറിയാതെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ കാരണം, ഈ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ പ്ലീഡർ നിയമനം, ഗവൺമെൻറ് പ്ലീഡറെ നിയമിച്ചത് നിയമകാര്യ വകുപ്പ് കയ്യിലുള്ള മുഖ്യമന്ത്രിയാണ്. പക്ഷേ അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തിരുത്തി. അതുപോലെ തന്നെ മറ്റേ ഏത് വിഷയങ്ങളിലും ഒരു തീരുമാനം എടുത്താൽ തെറ്റാന്നിട്ട് അപ്പോൾ തിരുത്തണം. അത് ആ തിരുത്തുമ്പോൾ ഉടനെ ആ തിരുത്തിയതാണ് പിന്നെ കുഴപ്പമാകുന്നത്. അതാണ് നമ്മുടെ ഈ ചാനൽ ആക്ടിവിസത്തിൻ്റെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായാലും പ്രതിപക്ഷ സമീപനം എപ്പോഴും ചാനലുകൾക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിജേഷ് അരവിന്ദിൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ചാനലുകൾ ഇനി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ താല്പര്യങ്ങളൊക്കെയാണ് ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടുക. അപ്പോൾ അതുകൊണ്ട് ഭരണപക്ഷത്തെ പിന്താങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന് ഇന്ന് K. മുരളീധരനാണ് കൃത്യമായി പറഞ്ഞത്. ഞാനിതൊക്കെ കുറേ കണ്ടിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് KPCC സംവിധാനം വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം KPCC പ്രസിഡന്റ് ഇപ്പം ശ്രീ സണ്ണി ജോസഫ് മന്ത്രിയായ ശേഷം അദ്ദേഹം രാജിവെച്ചു, പക്ഷേ പകരാളെ വെച്ചിട്ടില്ല. ഒരു മുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു KPCCക്ക് പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥ സത്യത്തിൽ എന്നെപ്പോലുള്ളവർക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെപ്പോലുള്ളവരെന്ന് വെച്ചാൽ പ്രവർത്തകരുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ എന്ന് വെച്ചാൽ, ഞാൻ പ്രവർത്തകരുടെ ഒപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എന്നല്ല അർത്ഥം. അവരുടെ മനസ്സിൽ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം പോലും ഒരു കോൺഗ്രസ് സർക്കാരിൽ നിന്നുണ്ടാവാത്തത്. അതായത് ഒരു നയപ്രഖ്യാപന കയറുമ്പോൾ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നയമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സാണ് സ്ഥിരമായിട്ട് അധികാരത്തിൽ ഇരുന്നത്. അപ്പോൾ അക്കാലത്ത് ഭരണവും സമരവും എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുവന്നൊരു കാര്യമാണ്. അത് UDF പിന്തുടരുന്നുമില്ല.
കാരണം അത് പിന്തുടരേണ്ട കാര്യമില്ല, തെറ്റായ സമീപനമാണ്. കാരണം കയറുമ്പോൾ തന്നെ കേന്ദ്രത്തെ വിമർശിക്കുക, അത് വേണ്ട. ഇപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അജിംസെ, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതെല്ലാം അതേപോലെ നടപ്പാക്കാൻ ഭരണത്തിൽ വരുമ്പോൾ പറ്റില്ല. കാരണം എന്താ അറിയോ, പ്രതിപക്ഷത്തിരിക്കുമ്പോഴേ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഭരണപക്ഷക്കാരെ അസ്വസ്ഥരാക്കുകയും അവരെ വെട്ടിലാക്കുകയും അവരെ തകർക്കാനും ചെയ്യുന്ന ചില സമീപനങ്ങൾ എടുക്കേണ്ടി വരും. അത് തന്ത്രമാണ്. ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ ആ തന്ത്രം നമ്മൾ പുറത്തു വയ്ക്കേണ്ടി വരും. അത് തർക്കമില്ലാത്തവരെ, അത് വേറെ വിഷയം. പക്ഷേ നിങ്ങൾ ഈ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാർട്ടിയുടെ ഒരു സമിതി വന്നാൽ ഒരു ഏകോപനം ഉണ്ടാവും, അവിടെ തിരുത്താൻ പറ്റും. ഇപ്പോൾ ഗോവിന്ദ മാഷ് പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയപ്പോൾ 2 കാര്യങ്ങളിൽ അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായി. എല്ലാവരും മറന്നത്, ഒന്ന് പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് തിരുത്തി. 2 രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ സ്വരാജ് ഉൾപ്പെടെയുള്ള വിമർശിച്ചപ്പോൾ അത് വിമർശിക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് നേരെ രാഹുൽ ഗാന്ധി തിരിയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തിരുത്തി പാർട്ടി സെക്രട്ടറി. അന്ന് ഭരണത്തിലെത്തിയപ്പോൾ അദ്ദേഹം സെക്രട്ടറി ആയ ശേഷം. അതുപോലെ KPCCക്ക് ഒരു സംവിധാനം വന്നാൽ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റിന് മുഖ്യമന്ത്രിയെ വിളിക്കാം. മുഖ്യമന്ത്രി KPCC ആഫീസിൽ വരണം, മന്ത്രിമാർ KPCC ആഫീസിൽ വരേണ്ടി വരും പ്രസിഡന്റ് വന്നാൽ. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ ഗുണം കിട്ടും. പ്രവർത്തകർക്ക് പരാതി പറയാനൊരു KPCC പ്രസിഡന്റ് വേണ്ടേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭരണം കിട്ടിയാൽ പിന്നെ പാർട്ടി വേണ്ടേ? ഭരണം കിട്ടിയാലാണ് പാർട്ടി വേണ്ടത്. കാരണം പാർട്ടിയാണ് തിരുത്തൽ ശക്തി, പാർട്ടിയാണ് ഗവൺമെന്റിനെ തിരുത്തുക. പാർട്ടി ഗവൺമെന്റിനെ തിരുത്തിയില്ലെങ്കിൽ ആ ഗവൺമെന്റിനുള്ള ഒരാൾക്കും നിലനിൽപ്പില്ല. പാർട്ടിയാണ് വലുതെന്നുള്ള അപ്പോൾ KPCC അധ്യക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ പോയി അനുഗ്രഹം വാങ്ങില്ലായിരുന്നു, രമേശ് ചെന്നിത്തല കവേർട്ടായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ സന്ദർശിക്കില്ലായിരുന്നു എന്നൊക്കെ കരുതുന്നുണ്ടോ എൻ ശ്രീകുമാർ ഇപ്പോഴും? അല്ല, അങ്ങനെയല്ല. അതായത് അങ്ങനെ ഇപ്പം ഒരാൾ പോകുമ്പോൾ അറിയണമെന്നില്ല, പോയി കഴിഞ്ഞാൽ ആ ആളെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ലെന്ന് പരസ്യമേ പറയാൻ പറ്റും. അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അത് ബിന്ദു കൃഷ്ണ അല്ല. രമേശ് ചെന്നിത്തല അവരുടെ കാർത്തികപ്പള്ളി താലൂക്കിലെ SNDP യൂണിയൻ പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ തുഷാർ വെള്ളാപ്പള്ളി അവിടെ വന്നു. അതിപ്പം ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആരൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. നേരെ മറിച്ച് ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയി. അത് രണ്ടിനും വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മന്ത്രി ഒരു തെറ്റ് ചെയ്താൽ ആ മന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് പിറ്റേന്ന് KPCC പ്രസിഡന്റിനെ പറയാൻ അധികാരമുള്ളൂ. കോൺഗ്രസിൻ്റെ അവസാന വാക്ക് അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കോൺഗ്രസ് ആൾക്കൂട്ടമാണെന്നൊക്കെ പറഞ്ഞാലും, കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ പിന്നെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് പോലും പറ്റില്ല. അങ്ങനെയുള്ള KPCC പ്രസിഡന്റുമാർ ഭരിച്ച കേരളമാണിത്. അപ്പോൾ ഇപ്പം ഞാൻ അതിശയിക്കുകയാണ്, AICCക്ക് കേരളത്തിൽ KPCCക്ക് വേണ്ടേ? KPCC വേണ്ടേ? KPCCക്ക് പ്രസിഡന്റ് വേണ്ടേ? ഭരണത്തിൽ ഏകോപനം ഉണ്ടാണ്. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നതിനെ എതിർക്കാൻ KPCC പ്രസിഡന്റാണ് ശക്തമായി എതിർക്കാൻ പറ്റുക. ഒരു ആഭ്യന്തരമന്ത്രിക്ക് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് KPCC പ്രസിഡന്റ് പറയാൻ പറ്റും. കാരണം ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഭരണഘടനയുടെ കൂറ് പ്രഖ്യാപിച്ച മന്ത്രിയായ ഒരാൾക്ക് ഒരു പക്ഷേ പ്രകോപനപരമായ രീതിയിൽ പറയാൻ കഴിയില്ല. നേരെ മറിച്ച് KPCC പ്രസിഡന്റിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കാൻ കഴിയും. അവിടെയാണ് KPCC പ്രസിഡന്റ് വേണ്ടത്.